കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് 4 മണിക്കേക്ക് ഒന്ന് നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ലൈസ് ഉണ്ടാക്കില്ലേ അതേപോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതേ ലൈസിൻ്റെ വലുപ്പത്തിൽ വട്ടമുണ്ട്, അതിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ്, പിന്നെ ഇത്തിരി ടൊമാറ്റോ സോസ്, മുളകും പൊടി, ഇത്തിരി കുരുമുളകും പൊടിയൊക്കെ മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മുളകും പൊടി ഇട്ടു, കുറച്ച് കുരുമുളകും പൊടി ഇട്ടു, കുറച്ച് സോസ് ഒഴിച്ചു. ഇനി അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാതുമ്മലും ആവണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ലൈസ് മേടിക്കുന്നത് ആ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ലൈസ് മേടിച്ച് ഒരു 10 രൂപയുടെ ലൈസ് മേടിച്ചാൽ ആകെ 5-6 ഉണ്ടാവുള്ളൂ. ഇതിൽ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിക്കാൻ ഞാൻ നേരത്തെ മറന്നതാണ്. ഒരു ലേശം, 1 ടീസ്പൂൺ. അങ്ങനെ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഫ്രയർ എടുത്തു. ഇനി അതിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നമുക്ക് ഇതേപോലെ ചെയ്ത് വെച്ചെടുത്താൽ. ഇനി നമുക്കത് എയർ ഫ്രയറിൽ വയ്ക്കാം. വറുത്തെടുത്തു. കണ്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിൽ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ പൊട്ടറ്റോ ഉണ്ട് ലൈസ് എയർ ഫ്രയറിൽ വറുത്തെടുത്തു. നല്ല ഭംഗിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.